എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ പിടിക്കപ്പെട്ട എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. ഈ വാചകം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പതിയെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പലരും ഭീഷണിയായും പുച്ഛത്തോടെയും എന്നെ കളിയാക്കി കമൻറ്റ് ചെയ്തു. ഇസ്ലാം മതത്തിനെതിരെ എനിക്ക് വീഡിയോ ചെയ്യാൻ പേടിയാണോ എന്ന്. സമാധാന മതം എന്ന് പേരുള്ള ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമായ ഇസ്ലാം മതത്തെ ഒരു യൂട്യൂബർ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? സ്ത്രീകളുടെ സുരക്ഷയാണ് മുസ്ലിം മതത്തിലെ ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുമ്പോൾ തന്നെയും ചില ഉസ്താദുമാർ പറയുന്നത് കേട്ടാൽ തൊലി ഉരിഞ്ഞു പോകും. സമപ്രായക്കാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ എന്നും ആദ്യ രാത്രിയാണ് സ്വർഗത്തിലെ. ഇതുകൊണ്ട് തീർന്നിട്ടില്ല, പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയാണ്. അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. വൃക്കരോഗമൊക്കെ എത്ര പെട്ടെന്ന് ശരിയാക്കിയത്. അനാവശ്യമായി ഇതുപോലുള്ള പ്രതീക്ഷ നൽകുന്ന മതയോളികളാണ് നാടിന്റെ ശാപം. മറ്റു മതക്കാർ ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കിയ രോഗത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുമ്പോൾ ഉസ്താദുമാർ ഇവിടെ തുപ്പിയ വെള്ളം കുടിപ്പിച്ച് രോഗം മാറ്റുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? മനുഷ്യനല്ലേ പുള്ളയെ പൊറോട്ടയും ബീഫും വാങ്ങിത്തരാം എന്ന് പറയുന്ന ഉസ്താദിനെ എല്ലാവർക്കും അറിയാം. മദ്രസയിലെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ. മദ്രസ വിദ്യാർത്ഥിനികളായ 13ഉം 14ഉം വയസ്സുള്ള 4 പേരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. കഴിഞ്ഞ മാസം പലതവണയായി പെൺകുട്ടികൾ അപമാനിക്കപ്പെട്ടതായി കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. 15 വയസ്സുകാരിയെ കാറിൽ കയറ്റി വനപ്രദേശത്തെത്തിച്ച് പീഡിപ്പിച്ചെന്ന കേസിലാണ് തൊളിക്കോട് പള്ളിയിലെ ഇമാമായിരുന്ന ഷെഫീഖ് അൽ ഖാസിമി പിടിയിലായത്. 2 ദിവസം മുൻപാണ് മദ്രസയിലെത്തിയ 9 വയസ്സുകാരനെ ഷറഫുദ്ദീൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയത്. ഷറഫുദ്ദീന്റെ നിർദ്ദേശപ്രകാരം കുടിക്കാൻ വെള്ളവുമായി എത്തിയ കുട്ടിയെ ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നു. കൊല്ലത്ത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് പരാതി. തൊടിയൂർ സ്വദേശിനിയായ 21-കാരിയുടെ പരാതിയിൽ മൈനാഗപ്പള്ളി സ്വദേശിയായ അബ്ദുൽ ബാസിദിനെ അറസ്റ്റ് ചെയ്തു. ട്രെയിനിൽ ചുക്കാമണി പുറത്തിട്ട് സ്ത്രീകളെ പേടിപ്പിക്കുന്ന അഭ്യാസങ്ങൾ തുടങ്ങിയ കുൽസിത പ്രവർത്തികൾ ചെയ്യുന്ന മനോരോഗികളെ പറ്റിയും ചർച്ച ചെയ്യപ്പെടേണ്ടവയാണ്. ഉസ്താദുമാർ ചരിത്രബോധമില്ലാത്ത, ശാസ്ത്രബോധമില്ലാത്ത വെറും മന്ദബുദ്ധികളാണെന്ന് അവർ തന്നെയാണ് തെളിയിക്കുന്നത്. പാകിസ്ഥാനിലെ ഒരു ഉസ്താദ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാൽ തന്നെ ശാസ്ത്രബോധം എത്രയുണ്ടെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ പോലും വിശ്വസിക്കാൻ അവർ തയ്യാറല്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ये गलत है बेटा. साइंस की ये थ्योरी जो है ना, ये दुरुस्त नहीं है. असल जो थ्योरी है ना, वो कुरान और हदीस वाली है. ഒരു രീതിയിൽ പറഞ്ഞാൽ ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ ഒരു പുസ്തകമാക്കി എഴുതിയാൽ 1001 ഫലിത ബിന്ദുക്കൾ എന്ന പേരിൽ പുസ്തകങ്ങൾ അടിച്ചിറക്കി ബസ്സിൽ വിൽക്കാൻ സാധിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി കുറച്ച് സീരിയസ് ആവാം. ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ചില വിഷയങ്ങളുണ്ട്. ഖുറാനിലെ ചില വിവാദപരമായ സൂക്തങ്ങൾ, ജിസിയ, തീവ്രവാദങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഇസ്ലാമിന്റെ ഇരുണ്ട വശങ്ങളായി ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, മുഹമ്മദ് ചെയ്ത കൂട്ടക്കൊലകൾ, സ്ത്രീകളോട് ചെയ്ത അനീതികൾ എല്ലാം നമ്മൾ പറയണം. ഓസ്ട്രേലിയൻ നാഷണൽ സെക്യൂരിറ്റി പുറത്തുവിട്ട ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് അനുസരിച്ച് 30ഓളം പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ പേരുകൾ കാണാൻ സാധിക്കും. അവയുടെയെല്ലാം പേരുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവ ഏത് മതവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് ഞാൻ പറയുന്നില്ല. തീവ്രവാദി എന്നാൽ തീവ്രമായി വാദിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. മുസ്ലിം മതം തലയ്ക്ക് പിടിച്ച തീവ്രവാദികൾ ജിഹാദി ആവാനും തയ്യാറാവുന്നു. അതായത് അല്ലാഹുവിന് വേണ്ടി ചാവാനും കൊല്ലാനും തയ്യാറായിട്ടുള്ള തീവ്ര വിശ്വാസികൾ. പക്ഷേ അതേസമയം മറ്റുള്ളവരെ മുസ്ലിം ആക്കണം, ഇന്ത്യയിലെ സ്ഥലങ്ങൾ വഖഫാക്കണം എന്ന് വാദിക്കുന്ന തുലുക്കന്മാരുമുണ്ട്. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് മുഹമ്മദ് നബി ചെയ്ത ക്രൂരതകളുടെയും കൂട്ടക്കൊലപാതകങ്ങളുടെയും സമാധാന മതത്തിന്റെ ക്രൂരതകളുടെയും അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, സ്ത്രീകളെ ലൈംഗിക വസ്തുവായി കാണാൻ പഠിപ്പിക്കുന്ന, 21ാം നൂറ്റാണ്ടിൽ പഠിപ്പിക്കാൻ പോലും പാടില്ലാത്ത പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് അൺസയന്റിഫിക്കൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാം മതത്തിന്റെ ഇരുണ്ട വശങ്ങളുടെ ചരിത്രങ്ങളടങ്ങിയ കാലം പറഞ്ഞ കഥകളാണ്. ഞാൻ ഈ വീഡിയോയിൽ വ്യക്തിഹത്യ, മതവിശ്വാസത്തെ വ്രണപ്പെടുത്തൽ തുടങ്ങിയ ഒരു നല്ല കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇത് പബ്ലിക്കായി അവൈലബിൾ ആയിട്ടുള്ള വീഡിയോകൾ, റിപ്പോർട്ടുകൾ, ഖുറാൻ ആയത്തുകൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള എൻ്റെ നിരീക്ഷണാധിഷ്ഠിത അഭിപ്രായം മാത്രമാണ്. നബിയുടെ കാലത്ത് അറബ് രാജ്യങ്ങളിൽ ടോയ്ലറ്റ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലം. മുഹമ്മദിന്റെ ഭാര്യമാർ അൽ മനാസയിൽ, അതായത് മദീനയ്ക്കടുത്തുള്ള ബാഗിയയിൽ വെളിക്കിരിക്കാൻ പോകാറുണ്ടായിരുന്നു.
ആ സമയത്താണ് ഉമർ ഇബിൻ അൽ ഖത്താബ് എന്ന ആൾ അവിടെ കുളിസിൻ കാണാൻ വരുന്നത്. സ്ത്രീകൾ അയാളെ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴേ അയാൾ രക്ഷപ്പെട്ടു ഓടിപ്പോയി നബിയുടെ അടുത്തെത്തി. നബിയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, നിനക്കറിയാമോ, ഇവിടുത്തെ സ്ത്രീകൾ വെളിക്കിരിക്കാനിരിക്കുമ്പോൾ അവരുടെ ശരീരം മറ്റൊരാളെ കാണാൻ വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഒരു വസ്ത്രം വേണം. പക്ഷേ മുഹമ്മദ് അതിനെ വലിയ കാര്യമായി എടുത്തില്ല. ഒരു ദിവസം മുഹമ്മദിന്റെ ഭാര്യമാരിൽ ഒരാളായ സൗദ ബിന്ത് സാമ വെളിക്കിരിക്കാൻ പോകുന്ന വഴി ഉമറും പിന്തുടർന്നു. ഉമർ അവളെ നോക്കുന്നത് സൗദിക്ക് മനസ്സിലായി. ഉമർ അവളെ കാണുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ അവിടുന്ന് ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. കാര്യസാധ്യത്തിന് ശേഷം അവൾ ഓടി നബിയുടെ ഏറ്റവും പ്രായം കൂടിയ ഭാര്യയായ ആയിഷയുടെ വീട്ടിലെത്തി. നബിയോടും ആയിഷയോടും അവൾ ഇങ്ങനെ പറഞ്ഞു, ഉമർ അവൾ വിളിക്കിരിക്കുന്നത് ഒളിഞ്ഞു നോക്കുകയായിരുന്നു എന്ന്. തുടർന്ന് ഉമർ പിന്നെയും നബിയെ കാണാൻ വരുന്നു. സ്ത്രീകളുടെ സുരക്ഷ നമുക്ക് പ്രധാനമാണെന്ന് ഉമർ പിന്നെയും പറയുന്നു. പെട്ടെന്ന് അല്ലാഹു ഒരു സൂറത്ത് നബിക്ക് കൊടുക്കുന്നു. സൂറ 33:59 അനുസരിച്ച് സ്ത്രീകൾ ശരീരം പൂർണ്ണമായി കവർ ചെയ്യുന്ന ഹിജാബ് ധരിക്കണമെന്ന് ആക്ട് കൊടുക്കുന്നു. അതായത് ഈ വലിയ ഹിജാബ് ഉണ്ടായത് ശൗചാലയം ഇല്ലാത്ത കാലത്ത് അപ്പിയിടാൻ വേണ്ടിയായിരുന്നു, പ്രത്യേകിച്ച് സീൻ പിടിക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് അവരുടെ ശരീരം മറയ്ക്കാൻ. ഇതേ ഉമർ തന്നെയാണ് മറ്റൊരാളോട് കാമുകിയെ കാണാൻ ഭാര്യ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളോട് ഭാര്യയുടെ കർണത്തടിച്ച് കാമുകിയുടെ അടുത്തു പോകാൻ ഉപദേശിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷമാണ് മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കാൻ കാരണമായത്. മാത്രമല്ല, മുസ്ലിം മതം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഹിജാബ് പോലുള്ള വസ്ത്രങ്ങൾ പേർഷ്യൻ രാജ്യങ്ങളിൽ ചൂടിൽ നിന്ന് സംരക്ഷിക്കാനായി ഉപയോഗിച്ചിരുന്നു. സായി ബുഖാരി ഹദീസ് വോളിയം 1 ബുക്ക് 4 148 സുറ അൽ അസാബ് 59 ആയത്തിൽ നടന്ന ഈ സംഭവങ്ങളെല്ലാം എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇനി ഇതിലും വലിയ ചരിത്രം കേൾക്കാം. വർഷം 570 ഇന്നത്തെ സൗദി അറേബ്യയിലെ മക്കയിലാണ് മുഹമ്മദ് നബി ജനിച്ചത്. അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരണപ്പെടുന്നു. മുഹമ്മദിന്റെ 6ാം വയസ്സിൽ അമ്മയും മരണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദിനെ പിന്നെ വളർത്തിയത് അദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്നു. അദ്ദേഹം ഖുറൈഷ് ഗോത്രത്തിലെ ഒരു കച്ചവടക്കാരനായിരുന്നു. അമ്മാവൻ മുഹമ്മദിനെ തന്റെ ബിസിനസ് തന്ത്രങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. മിടുക്കനായിരുന്ന കുട്ടി മുഹമ്മദ് അതെല്ലാം വളരെ വേഗത്തിൽ പഠിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ അവനൊരു വിളിപ്പേര് കിട്ടുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരുത്തൻ എന്ന അർത്ഥമുള്ള എൽ അമീൻ. അക്കാലത്തെ അറബ് സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ബഹുദൈവാരാധനയിലും സാമൂഹിക അനീതികളിലും അദ്ദേഹം അസ്വസ്ഥനായതിനെ തുടർന്ന് ഏകനായി ധ്യാനിക്കുന്നതിനായി മക്കയിലെ ഹിറ ഗുഹയിൽ പോകാറുണ്ടായിരുന്നു എന്ന് പറയിപ്പിക്കപ്പെടുന്നു. വിഗ്രഹാരാധന, പാവപ്പെട്ട സ്ത്രീകളോടുള്ള അവഗണന തുടങ്ങിയ കാര്യങ്ങൾ കണ്ട മുഹമ്മദിന് അതൊന്നും സഹിക്കാനായില്ല. നെഞ്ചുടുക്കൽ. വർഷം 610 നബിയുടെ 40ാം വയസ്സിൽ അദ്ദേഹത്തിന് ഗബ്രിയൽ മാലാഖിലൂടെ ആദ്യത്തെ ദിവ്യ വെളിപ്പാട് ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. അല്ലാഹു, അതായത് സർവശക്തനായ ദൈവം ഏകനാണെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നും അദ്ദേഹത്തിന് വെളിപാടുണ്ടായി. അക്കാലത്ത് ഓൾറെഡി ഏകദൈവ ക്രിസ്ത്യൻ യഹൂദ മതം ഉണ്ടായിരുന്നുവെങ്കിലും അറബികൾ കൂടുതലും വിഗ്രഹങ്ങളായിരുന്നു ആരാധിച്ചിരുന്നത്. ഈ വെളിപാടുകളാണ് ഖുർആൻ എന്ന വിശുദ്ധ ഗ്രന്ഥമായി പിന്നീട് രേഖപ്പെടുത്തിയത് എന്ന് സ്ഥാപിക്കപ്പെടുന്നു. ആദ്യമായി മുഹമ്മദ് നബി തൻ്റെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. ഖദീജ, അബൂബക്കർ, അലി തുടങ്ങിയവർ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചു. കുറെ കഷ്ടപ്പെട്ട് 40 പേരെ മുസ്ലിമാക്കി. ക്രമേണ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു. മക്കയിലെ പ്രമുഖർ, പ്രത്യേകിച്ച് പഗാൻ മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ മുഹമ്മദ് നബിയെയും അനുയായികളെയും എതിർക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. തുടർന്ന് മക്കയിലെ പീഡനങ്ങൾ സഹിക്കാനാവാതെ വർഷം 622 മുഹമ്മദും അദ്ദേഹത്തിന്റെ മിക്ക അനുയായികളും ഏകദേശം 300 മൈൽ, അതായത് 482 കിലോമീറ്റർ വടക്കോട്ട് യത്രീബ് എന്ന പ്രദേശത്ത്, അതായത് ഇന്നത്തെ മദീനയിലേക്ക് കുടിയേറി. ഈ സംഭവത്തെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ എന്ന് അറിയപ്പെടുന്നത്. മദീനയിലെ ആളുകൾ കൂടുതൽ നല്ല രീതിയിലാണ് ഇസ്ലാമിനെ ഏറ്റെടുത്തത്. അവിടെയുള്ള ആളുകൾ കുറെ പേർ യഹൂദ മതക്കാർ ആയിരുന്നു. മാത്രമല്ല, അവർ ജെറുസലേമിനെ നോക്കിയായിരുന്നു പ്രാർത്ഥന നടത്തിയിരുന്നത്. പിന്നെ അവരുടെ കൂടെ കൂടി പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല എന്ന നിയമവും ജൂതമതത്തിൽ നിന്നും അടിച്ചു മാറ്റി. മാത്രമല്ല, യഹൂദ മതത്തിലെ സുന്നത്ത് കർമ്മവും ഇസ്ലാമിലേക്ക് കോപ്പിയടിച്ചു. ഇൻസ്പിറേഷൻ എന്നാണല്ലോ ഇപ്പൊ പറയേണ്ടത്. ഇതെല്ലാം ചെയ്തപ്പോൾ യൂതന്മാർ മുസ്ലിം ആകുമെന്നായിരുന്നു മുഹമ്മദ് കരുതുന്നത്. പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയി മുഹമ്മദിനെയും ഇസ്ലാം മതത്തെയും എതിർത്തു. യഹൂദ മതത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ മലാഖിയാണ് അവസാന പ്രവാചകൻ. അതും 1000 വർഷങ്ങൾക്ക് മുൻപാണ് മലാഖി ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് കച്ചവടക്കാരന്റെ ബുദ്ധി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. താനും ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. ജൂതന്മാരുടെ വിശുദ്ധ നഗരമായ യെരുസലേമിൽ തിരിച്ചെത്തിയാൽ മാത്രമേ അവർ അവരുടെ പ്രവചനങ്ങൾ പുറത്തെടുക്കൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. യേശുക്രിസ്തുവിനെ തന്നെ പോലെ തന്നെ ഒരു പ്രവാചകനായി മുഹമ്മദ് കണ്ടതും ജൂതന്മാർക്ക് ഒട്ടും സഹിച്ചില്ല. അങ്ങനെ 2 മതങ്ങളിലെ കഥയെ ചൊല്ലി വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടി. പുരുഷന്മാരെയെല്ലാം മുഹമ്മദ് കൊന്നൊടുക്കി.
സ്ത്രീകളെയും കുട്ടികളെയും തടവിലാക്കി. സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കാൻ അനുയായികൾക്ക് വീതം വെച്ചു കൊടുത്തു. മുസ്ലിം ആവുമെന്ന് സമ്മതിച്ച ബാക്കിയുണ്ടായിരുന്ന ആളുകളെ വെറുതെ വിട്ടു. വർഷം 628 ആയപ്പോഴേക്കും മുഹമ്മദിന് 700ഓളം അനുയായികളായി. അവർ അറേബ്യയിൽ ഏറ്റവും കൂടുതൽ യഹൂദർ താമസിക്കുന്ന ഖൈബാർ പട്ടണം ആക്രമിച്ചു. അവരുടെ ഈന്തപ്പനകൾ കത്തിച്ചു. അവിടെയുള്ള ജൂതന്മാരെ ഭീഷണിപ്പെടുത്തി അവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. അവരുടെ ആദായത്തിന്റെ 50% നികുതിയായി മുഹമ്മദിന് നൽകണമെന്ന് ആജ്ഞാപിച്ചു. ഈ നികുതിയെയാണ് ജിസിയ ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇതിനൊക്കെ മുൻപ് മദീനയിലെ തന്റെ താവളത്തിൽ നിന്ന് മുഹമ്മദ് മക്കൻ കച്ചവട സംഘങ്ങൾക്കെതിരെ ഒരു പരമ്പര ആക്രമണങ്ങൾ തന്നെ ആരംഭിച്ചു. ആദ്യത്തെ 6 ആക്രമണങ്ങൾ പരാജയപ്പെട്ടെങ്കിലും 7ാമത്തെ ആക്രമണം, അതായത് നഖ്ല ആക്രമണം, വിജയകരമായിരുന്നു. എല്ലാവരും യുദ്ധം ചെയ്യില്ലെന്ന് സമ്മതിച്ച ഒരു വിശുദ്ധ മാസത്തിലാണ് മുസ്ലിങ്ങൾ ആക്രമണം നടത്തിയത് എന്നതാണ് ഗുരുതരമായ പ്രശ്നം. ആ ആക്രമണത്തിൽ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ പോലും കൊല്ലപ്പെട്ടു. ഇത് ഒടുവിൽ മുസ്ലിങ്ങളും മക്കയും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിച്ചു. ഒരുപക്ഷെ ഇതിനെ ആദ്യത്തെ ഇസ്ലാമിക് തീവ്രവാദ സംഘടന എന്നും നബിഭക്തന്മാരെ ആദ്യത്തെ ഇസ്ലാമിക് തീവ്രവാദികൾ എന്നും വിളിക്കാം. അതിന്റെ തലവനായിരുന്ന ഖാലിദ് ഇബ്ൻ അൽ വാലിദ് എന്ന കമാൻഡർ അന്നത്തെ മക്കയുടെ 3 ദൈവങ്ങളിൽ ഒന്നായിരുന്ന അൽ ഉസയുടെ വിഗ്രഹം തകർക്കുകയും ചെയ്തു. അൽ ഉസ, മനത്ത്, അൽ ലാത്ത് എന്നത് ഇസ്ലാം മതം ഉണ്ടാവുന്നതിന് മുൻപ്, ഇസ്ലാം മക്ക മദീനയിൽ എത്തുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന അറബികളുടെ ദൈവങ്ങളായിരുന്നു. വർഷം 624 മാർച്ച് 13 മക്കയിലെ ഖുറൈശി ആദിവാസികൾ അവരുടെ കച്ചവട സംഘത്തെ സംരക്ഷിക്കാൻ ഏകദേശം 1000 കാവൽക്കാരെ അയച്ചു. അങ്ങനെ വളരെ ചെറിയ ഒരു സൈന്യവുമായി മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തു. ബദർ യുദ്ധം എന്നറിയപ്പെടുന്ന ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുകയാണ് ഉണ്ടായത്. ഈ യുദ്ധത്തിന്റെ വിജയമാണ് ഇസ്ലാം മതം വളരാനും വളർത്താനും കാരണമായത്. നിർബന്ധിച്ച് ആളുകളെ മുസ്ലിം ആക്കാനും കാരണമായത്. വർഷം 625 ഉഹുദ് മലയുടെ മുകളിൽ വെച്ച് ഖുറൈശി ആദിവാസികൾക്ക് എതിരെ മുഹമ്മദ് കൂടുതൽ യുദ്ധങ്ങൾ നടത്തി. അതാണ് ഉഹുദ് യുദ്ധം. മദീനയിലെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ മുന്നൊരുക്കങ്ങളുമായി വന്ന ഖുറൈശികളും ജൂതരും മറ്റു ചില ഗോത്രങ്ങളും അടങ്ങിയ സഖ്യത്തെ മദീനയിലെ മുസ്ലിങ്ങൾ കിടങ്ങ് കുഴിച്ച് നേരിട്ട യുദ്ധമാണ് ഖന്തക് യുദ്ധം. ഒടുവിൽ വർഷം 630 മുസ്ലിങ്ങൾ മക്ക നഗരം പിടിച്ചെടുത്തു. മുഹമ്മദ് അവിടെ ഉണ്ടായിരുന്ന മറ്റു ആദിവാസികളെയും ആക്രമിച്ചു. 629 മുസ്ലിങ്ങൾ വടക്കു പടിഞ്ഞാറൻ അറേബ്യയിലെ ഖൈബർ എന്ന മരുപ്പച്ചയിലെ ഒരു ജൂത കുടിയേറ്റത്തെ ആക്രമിച്ചു. മക്ക കീഴടക്കിയതിന് തൊട്ടു പിന്നാലെ മുഹമ്മദിന് സൂറത്ത് 9:29 ലഭിച്ചു. അത് മുസ്ലിങ്ങളോട് ഇസ്ലാമിന് കീഴടങ്ങുന്നത് വരെ അമുസ്ലിങ്ങളോട്, അതായത് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉൾപ്പെടെ അന്യ മതസ്ഥരുമായി യുദ്ധം ചെയ്യാൻ കൽപ്പന നൽകുന്ന വാക്യമായിരുന്നു അത്. അല്ലാഹുവിലോ അന്ത്യദിനത്തിലോ വിശ്വസിക്കാത്തവരോട്, അല്ലാഹുവും അവന്റെ ദൂതനും നിരോധിക്കാത്തവരോട്, സത്യമതത്തെ പിന്തുടരാത്തവരോട്, വേദം നൽകപ്പെട്ടവരിൽ നിന്ന് അവർ കീഴടങ്ങിയ അവസ്ഥയിൽ കീഴ്വണക്കത്തിന്റെ നികുതി നൽകുന്നതിന് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് ആ സൂറത്ത് പഠിപ്പിച്ചത്. കൃത്യസമയത്ത് സൂറത്ത് അയച്ചു കൊടുക്കുന്ന പ്രൊഫഷണൽ ദൈവം. അയ്യോ, മറന്നുപോയി. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. യുദ്ധം ചെയ്യാനുള്ള ഈ കൽപ്പന അനുസരിച്ച് മുഹമ്മദ് ബൈസന്റൈൻ സാമ്രാജ്യത്തിനെതിരെ ഒരു സൈന്യമായി മാർച്ച് ചെയ്തു. എങ്കിലും ബൈസന്റൈൻ യുദ്ധം ചെയ്യാൻ തിരഞ്ഞെടുത്തില്ല. താമസിയാതെ മുഹമ്മദിന് അസുഖം ബാധിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. മുഹമ്മദിന്റെ അനുയായികൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം ആക്രമിച്ചു. 10 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ, പാലസ്തീൻ, സിറിയ, ഈജിപ്ത്, പേർഷ്യ, നോർത്ത് ആഫ്രിക്ക, സ്പെയിൻ, ഇറാൻ, ഇറാഖ് തുടങ്ങിയ അനേക രാജ്യങ്ങൾ യുദ്ധം ചെയ്ത് കീഴടക്കി. അങ്ങനെ യഹൂദ വംശത്തിന്റെ 90% ആളുകളും ഇസ്ലാമിന്റെ കൈക്കലായി. അവരെ 2ാം തരം ജാതികൾ എന്ന രീതിയിൽ പരിഗണിച്ചു. യഹൂദരായി ജീവിക്കാൻ വലിയ രീതിയിൽ നികുതി അടക്കേണ്ടി വന്നു. മാത്രമല്ല, തലകുനിച്ചു നടക്കാനും എപ്പോൾ വേണമെങ്കിലും മുസ്ലിംസ് അവരെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന ഭീതിയിൽ ജീവിക്കേണ്ടിയും വന്നു. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. മുസ്ലിങ്ങൾ അവരുടെ പ്രവാചകന്റെ നല്ല സ്വഭാവങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത്ര പ്രശംസനീയമല്ലാത്ത സ്വഭാവങ്ങൾ പൂർണ്ണമായും അവഗണിക്കുകയും വെള്ളപൂശുകയുമാണല്ലോ കാലാകാലങ്ങളായിട്ടുള്ള പതിവ്. മക്കയിൽ നിന്ന് പലായനം ചെയ്തതിന് ശേഷം മുഹമ്മദ് കച്ചവട സംഘങ്ങളെ ആക്രമിക്കാനും കൊള്ളയടിക്കാനും തുടങ്ങിയെന്ന് ചരിത്രം തന്നെ കാണിക്കുന്നു. തൽഫലമായി കൊള്ളയടിച്ച് പണം, സമ്പത്ത് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന ആളുകളെല്ലാം മുസ്ലിം ആവാൻ തുടങ്ങി. യുദ്ധത്തിൽ നിന്നുള്ള കൊള്ള മുതലുകൾ കാണിച്ച് മുഹമ്മദ് ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു. അങ്ങനെ കള്ളന്മാരും കൊള്ളക്കാരും മുസ്ലിമായി. ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. മുസ്ലിങ്ങളുടെ സാമ്പത്തിക വളർച്ച കാണുന്ന മറ്റു ആളുകളും മുസ്ലിം ആവാൻ ആകർഷിതരും നിർബന്ധിതരുമായി. എതിർക്കുന്നവരെ വാക്കുകൾ കൊണ്ടും ശരീരം കൊണ്ടും വകവരുത്തി. മക്കയിൽ മുഹമ്മദ് പീഡനം സഹിച്ചുവെങ്കിലും മദീനയിൽ അദ്ദേഹത്തിന്റെ അനുയായികളുടെ എണ്ണം കൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ മനോഭാവം പെട്ടെന്ന് മാറി. താമസിയാതെ അദ്ദേഹം വിമർശനങ്ങളെ ഒട്ടും സഹിച്ചില്ല.
ചില ചരിത്ര രേഖകൾ അനുസരിച്ച് 100-ലധികം വയസ്സുള്ള അബു അഫാഖ് എന്നൊരാൾ ഇസ്ലാം മതം സ്വീകരിച്ചവരെ വിമർശിച്ച് ഒരു കവിത എഴുതി. മുഹമ്മദ് അദ്ദേഹത്തെ കൊല്ലാൻ അനുയായികളോട് ആവശ്യപ്പെട്ടു. അബു അഫാഖിനെ ഉറക്കത്തിൽ കൊലപ്പെടുത്തി. മുസ്ലിങ്ങൾ ഇത്രയും പ്രായമായ ഒരാളെ കൊന്നുവെന്ന് കേട്ടപ്പോൾ അസ്മ എന്ന സ്ത്രീ ഇസ്ലാമിനെതിരെ നിൽക്കുമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു കവിത എഴുതി. നബി അവൾ പറഞ്ഞത് കേട്ടപ്പോൾ മർവാന്റെ മകളിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഉമേർ ബിൻ അദി അൽ ഖദ്മി അത് കേട്ടു. അന്ന് രാത്രി തന്നെ അവളുടെ വീട്ടിൽ പോയി അവളെ കൊന്നു. രാവിലെ ഉമർ പ്രവാചകന്റെ അടുത്ത് വന്ന് താൻ അവളെ കൊന്നുവെന്ന് പറഞ്ഞു. മാഷാഅല്ലാഹ്, ഓ ഉമർ, നീ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സഹായിച്ചു. തനിക്ക് എന്തെങ്കിലും ദുഷ്ഫലങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, 2 ആടുകൾ അവളുടെ കാര്യത്തിൽ തലയടിച്ച് തർക്കിക്കില്ല. അങ്ങനെ ഉമേർ തന്റെ ആളുകളുടെ അടുത്തേക്ക് മടങ്ങി. മുഹമ്മദിന്റെ ആക്രമണം പല തദ്ദേശ ജനങ്ങളുടെയും ആദിവാസി സമൂഹങ്ങളുടെയും നേരെയും തിരിഞ്ഞു. മുഹമ്മദ് ഒരിക്കൽ തന്റെ അനുയായികളോട് പറഞ്ഞു, ഞാൻ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് പുറത്താക്കുകയും മുസ്ലിങ്ങളെ മാത്രമേ അവശേഷിപ്പിക്കുകയും ചെയ്യും. ഖുറൈസയിലെ ജൂതന്മാർ മുഹമ്മദിനെ എതിർക്കുകയും അദ്ദേഹത്തിനെതിരെ ഒരു സഖ്യം രൂപീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സഖ്യം തകർന്നപ്പോൾ മുഹമ്മദ് വേഗത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. മുഹമ്മദിന്റെ സൈന്യം അവരെ വളയുകയും അവർക്ക് കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ ഭയം നിറയ്ക്കുകയും ചെയ്യുന്നതുവരെ 25 രാത്രികൾ ഉപരോധിക്കുകയും ചെയ്തു. പിന്നീട് അവർ കീഴടങ്ങി. അങ്ങനെ നബി അവരെ മദീനയിൽ തടവിലാക്കി. പിന്നീട് നബി മദീനയിലെ കമ്പോളത്തിലേക്ക് പോയി അവിടെ കുഴികൾ കുഴിച്ചു. എന്നിട്ട് തടവിലാക്കപ്പെട്ട ആളുകളെയെല്ലാം ഓരോ ബാച്ചുകളായി അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടുവന്നു. ഏകദേശം 700 മുതൽ 900ഓളം ആളുകളുടെ തലയെടുത്ത് കുഴിയിലിട്ടു. പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാരെയും കൊന്നു. സ്ത്രീകളെയും കുട്ടികളെയും സ്വത്തുക്കളും മുഹമ്മദ് തൻ്റെ ആളുകൾക്ക് വീതിച്ചു നൽകി. അവരുടെ സ്വത്തുക്കളിൽ 1/5 മാത്രം നബി എടുത്തു. അതായത് ഒരു നാട്ടിലേക്ക് അതിക്രമിച്ചു കയറി അവിടെയുള്ള ആളുകളെ ആക്രമിച്ച് അവരെ തന്നെ പിടിച്ചുകെട്ടി അവരിൽ ആണുങ്ങളെ മാത്രം കൊന്നു അവരുടെ ഭാര്യമാരെ തൻ്റെ അനുയായികൾക്ക് അടിമയായും വെപ്പാട്ടിയായും വീതം വെച്ചു കൊടുത്ത് കാരുണ്യവാനായ മുത്തുനബി. അയ്യോ, മറന്നുപോയി. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇനിയാണ് കൂടുതൽ ഗുരുതരമായ ചരിത്രം തുടങ്ങുന്നത്. മുസ്ലിം സൈന്യം ഓരോ പട്ടണവും ആക്രമിച്ചപ്പോൾ അവർ ധാരാളം സ്ത്രീകളെ പിടികൂടി. അവരെ പലപ്പോഴും വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തു. എന്നിരുന്നാലും മുസ്ലിം പുരുഷന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് വളരെ അകലെയായിരുന്നതിനാൽ തങ്ങളുടെ സ്ത്രീ തടവുകാരോട് എങ്ങനെ പെരുമാറണമെന്ന് അല്ലാഹുവിൽ നിന്ന് അവർക്ക് മാർഗനിർദ്ദേശം ആവശ്യമായിരുന്നു. സൈനികർക്ക് സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവാദം നൽകിക്കൊണ്ട് മുഹമ്മദിന് ഉടൻ തന്നെ ഒരു വെളിപാട് ലഭിച്ചു. അല്ലാഹുവിൻ്റെ ദൂതൻ ഔദാസിലേക്ക് ഒരു സൈന്യത്തെ അയച്ചു. ശത്രുവിനെ നേരിടുകയും അവരുമായി യുദ്ധം ചെയ്യുകയും ചെയ്ത് അവരെ കീഴടക്കുകയും തടവുകാരെ പിടിക്കുകയും ചെയ്ത ശേഷം അല്ലാഹുവിൻ്റെ ദൂതൻ്റെ അനുയായികൾ തടവുകാരായ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മടിച്ചു. കാരണം അവരുടെ ഭർത്താക്കന്മാർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അപ്പോൾ അല്ലാഹു അത്യുന്നതൻ അതിനെക്കുറിച്ച് ഇറക്കി, നിങ്ങളുടെ വലത് കൈകൾ കൈവശപ്പെടുത്തിയവരൊഴികെ വിവാഹിതരായ സ്ത്രീകളും അവരുടെ യുദ്ധ കാലഘട്ടം അവസാനിക്കുമ്പോൾ അവർക്ക് അനുവദനീയമായിരിക്കുന്നു. ഖുറാനിലെ 4:24, 23-1 മുതൽ 6, 33-50, 70-22 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ തങ്ങളുടെ സ്ത്രീ തടവുകാരുമായും അടിമ സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശം മുസ്ലിങ്ങൾക്ക് നൽകി. അവർ വിവാഹിതരായിരുന്നെന്നോ അല്ലാഹുവിനും പ്രവാചകനും ഒരു വിഷയമല്ലായിരുന്നു. മാത്രമല്ല, വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പോകുന്നവരായാലും അല്ലാഹു സപ്പോർട്ടായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി പോലും മുസ്ലിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നതായിരുന്നു. ഖുറാനിലെ 65-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങൾ വിവാഹമോചനത്തിനുള്ള ഇസ്ലാമിക നിയമങ്ങൾ അവതരിപ്പിക്കുന്ന 65-4 അനുസരിച്ച് ഒരു മുസ്ലിം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ വിവാഹമോചനം ചെയ്താൽ അവൾ ഗർഭിണിയല്ലെന്ന് ഉറപ്പാക്കാൻ 3 മാസം കാത്തിരിക്കണം. മുഹമ്മദ് തന്നെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ആയിഷയുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹം അവൾക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ആരംഭിച്ചത്. അവളെക്കുറിച്ചുള്ള ഒരു സ്വപ്നം കണ്ട മുഹമ്മദ് ദൈവത്തിന് അവളെ വിവാഹം കഴിക്കണമെന്ന് വിശ്വസിച്ചു. ഭാഗ്യവശാൽ മുഹമ്മദ് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് 3 വർഷം കാത്തിരുന്നു. എന്നിരുന്നാലും ആയിഷ അപ്പോഴും പ്രായപൂർത്തിയായിട്ടില്ല എന്നതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ, നബിക്ക് എന്തെങ്കിലും വേണമെന്നോ എന്തെങ്കിലും ചെയ്യണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ ഒരു സൂറത്ത് പുറത്തേക്ക് വരുന്നു. അത് അല്ലാഹു പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അത് അവിടെ സംഭവിക്കുന്നു. അതായത് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ കണ്ടാൽ പോലും പെട്ടെന്ന് അല്ലാഹു അദ്ദേഹത്തിനോട് പറയുന്നു, ഈ പെൺകുട്ടി നിനക്ക് സ്വന്തമാണ്, നീ എടുത്തോളൂ. അങ്ങനെ ആ പെൺകുട്ടിയെ ആ വീട്ടുകാർ നബിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. മുഹമ്മദ് ഇസ്ലാമിലെ ധാർമ്മിക മാതൃകയായതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നും പെൺകുട്ടികളെ ബാധിക്കുന്നു.
ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഖുർആൻ എഴുതിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞ് മുഹമ്മദ് നബി സ്വയം എഴുതിയുണ്ടാക്കിയ പുസ്തകമാണെന്ന്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തൻ്റെ അനുയായികളെ പറഞ്ഞു പറ്റിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ട്രിക്കായിരുന്നു. ഖുർആനിലെ ചില സൂക്തങ്ങൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട്. ചില സൂക്തങ്ങൾ അഹിംസയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പറയുമ്പോൾ മറ്റു ചിലവ അവിശ്വാസികളോടുള്ള യുദ്ധത്തെക്കുറിച്ചും ശത്രുതയെക്കുറിച്ചും സംസാരിക്കുന്നു. ഈ സൂക്തങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ടെങ്കിലും കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യാഖ്യാനം തന്നെ തിരഞ്ഞെടുക്കാം. സൂറത്തുൽ തൗബയിലെ 5-ാം സൂക്തം അനുസരിച്ച് വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് കൊല്ലുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നമസ്കരിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അവരെ അവരുടെ വഴിക്ക് ഒഴിവാക്കുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. എന്നാലും ഇമാതിരി വയലൻസ് ചെയ്യാൻ വിശ്വാസികളെ പഠിപ്പിക്കുകയും അതിൻ്റെ ഇടയിലൂടെ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് 100 തവണ പറയുന്നത് ഒരുമാതിരി ഉപദേശവും അല്ലേ? ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഐസിസ്, അൽ ഖൈദ തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ ഇസ്ലാമിൻ്റെ പേരിൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകമെമ്പാടും ഭീതി പരത്തുന്നവയാണ്. ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾക്ക് എതിരാണെന്നും സമാധാനത്തെയും സഹപ്രവർത്തനത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാമിനെ തെറ്റായി ചിത്രീകരിക്കുകയാണെന്നും പലരും വാദിക്കുന്നു. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരുമായി തുല്യ അവകാശങ്ങളുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. ഖുർആനിലെ ചില സൂക്തങ്ങൾ സ്ത്രീകളെ പുരുഷന്മാരുടെ കീഴിലാണെന്ന് സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ നിസ 4:34 ഭാര്യയെ ശാരീരികമായി ശിക്ഷിക്കാമെന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ പല ആധുനിക പണ്ഡിതന്മാരും ഈ വാക്യത്തെ പുട്ടിയടിച്ച് വെളുപ്പിക്കാറുമുണ്ട്. സ്ത്രീകൾക്ക് സ്വത്തവകാശം, വിവാഹമോചനം, വിദ്യാഭ്യാസം തുടങ്ങിയ അവകാശങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. എന്നിരുന്നാലും ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് ഈ അവകാശങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നില്ല. സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കാനുള്ള നിർബന്ധം, പുരുഷന്മാരുമായി ഇടപഴകുന്നതിലുള്ള നിയന്ത്രണങ്ങൾ എന്നിവയും വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇസ്ലാമിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുന്നതിനെ മതപരിത്യാഗം എന്നാണ് പറയുന്നത്. ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ മതപരിത്യാഗത്തിന് കടുത്ത ശിക്ഷകൾ, അതായത് മരണശിക്ഷ വരെ നൽകാറുണ്ട്. അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് തീവ്രവാദം. 1990-കൾ മുതൽ ലോകമെമ്പാടും ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും ലക്ഷ്യമിടുന്നവയായിരുന്നു. മിക്ക ആക്രമണങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത്. തീവ്രവാദ ഇരകളിൽ 80 മുതൽ 90% മുസ്ലിങ്ങളാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 2011 മുതൽ 2014 വരെ തീവ്രവാദ ആക്രമണങ്ങളിലെ വാർഷിക മരണസംഖ്യ കുത്തനെ വർദ്ധിച്ചു. 33,438 എന്ന ഉയർന്ന നിലയിലെത്തി. 2019 അത് 13,826 കുറഞ്ഞു. 1979 മുതൽ 2024 ഏപ്രിൽ വരെ 5 ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ താലിബാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ്, ബോക്കോ ഹറാം, അൽ ഷബാബ്, അൽ ഖൈദ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ആക്രമണങ്ങളുടെ 80%-ലധികം ഇരകൾക്ക് കാരണമായി. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഈ തീവ്രവാദികൾ സായുധ സ്വാതന്ത്ര്യ പ്രതിരോധ ഗ്രൂപ്പുകളെ നേരിട്ടു. പ്രമുഖ ഇസ്ലാമിക വ്യക്തികളും ഗ്രൂപ്പുകളും ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ സാധാരണക്കാർക്കെതിരായ ആക്രമണങ്ങൾക്ക് നൽകുന്ന ന്യായീകരണങ്ങൾ ഖുർആൻ, ഹദീസ്, ശരീഅത്ത് നിയമം എന്നിവയുടെ അവരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഡാനിയൽ ബെഞ്ചമിനും സ്റ്റീവൻ സൈമണും അവരുടെ ദി ഏജ് ഓഫ് സീക്രട്ട് ടെറർ എന്ന പുസ്തകത്തിൽ ഇസ്ലാമിക തീവ്രവാദ ആക്രമണങ്ങൾ മതപരമായ തീവ്രതയാൽ പ്രേരിപ്പിക്കപ്പെടുന്നവയാണെന്ന് വാദിക്കുന്നു. അവ ഒരു കൂദാശയെ കണക്കാക്കപ്പെടുന്നു. അവരുടെ ആക്രമണങ്ങൾ രാഷ്ട്രീയപരമോ തന്ത്രപരമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആധിപത്യത്തെ വെല്ലുവിളിച്ചവരെ അപമാനിക്കാനും കൂട്ടക്കൊല ചെയ്യാനും ഉദ്ദേശിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ്. 2017 ടൈംസ് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ഇന്തോനേഷ്യൻ ഇസ്ലാമിക നേതാവ് യഹിയ ഖോലിൽ സ്റ്റാക്കോഫ് പറഞ്ഞതനുസരിച്ച് പരമ്പരാഗത ഇസ്ലാമിക പാരമ്പര്യത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം വേർതിരിവിൻ്റെയും ശത്രുതയുടെയും ഒന്നായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിക യാഥാസ്ഥികത്വത്തിൻ്റെ അടിസ്ഥാന അനുമാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പുതിയതൊന്നുമല്ല. തീവ്രവാദം ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് പാശ്ചാത്യ രാഷ്ട്രീയക്കാർ നടിക്കുന്നത് നിർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്രപ്രവർത്തകൻ ഗ്രേയം വുഡ് പറയുന്നതനുസരിച്ച് ഒരു പ്രധാന ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പായ ഐസിസ് ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും മുഹമ്മദിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും 7-ാം നൂറ്റാണ്ടിലെ നിയമപരമായ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാടിനെ തിരികെ കൊണ്ടുവരാനുള്ള കരുതിക്കൂട്ടിയുള്ള പ്ലാനാണ്. അവർ അന്ത്യദിനവും ന്യായവിധിയും കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നു.
മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ ആദ്യകാല അനുയായികളും ഇസ്ലാമിൽ ഉൾച്ചേർത്ത ഭരണപരമായ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കില്ലെന്ന് ഐസിസ് ഗ്രൂപ്പ് അംഗങ്ങൾ അടിവരയിട്ട് വിശ്വസിക്കുന്നു. മുസ്ലിം മതം ഉണ്ടായത് ബൈബിൾ, തോറ പോലുള്ള മറ്റു മതങ്ങളുടെ പുസ്തകങ്ങളിലെ കോപ്പി അടിച്ചിട്ടാണ്. ബാങ്ക് വിളി, നിസ്കാരം എല്ലാം തന്നെ ജൂതമതത്തിൽ നിന്നുള്ളവയാണ്. എല്ലാ മുസ്ലിങ്ങളും തെറ്റാണെന്നോ അഴുക്കാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ തീവ്രമായ മതവിശ്വാസം അത് തെറ്റാണ്. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും പാലസ്തീനിലും എല്ലാം നടക്കുന്നത് ഈ മുസ്ലിം മതത്തിന്റെ തീവ്രവാദം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും പഴയ സർവകലാശാലയും ലൈബ്രറിയും തകർത്തതും മുസ്ലിങ്ങൾ തന്നെയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ ചക്രവർത്തിയും ഹുമയൂൺ ഷാ ആയിരുന്നു. ഇന്ത്യക്ക് ഒരുപാട് പട്ടാളക്കാരുടെ ജീവൻ നഷ്ടമാവാൻ കാരണമായതും പാകിസ്ഥാനി ഇസ്ലാമിക് തീവ്രവാദികൾ കാരണമാണ്. എന്നെ സംഖ്യയോ കൃസംഖ്യയോ ആക്കാൻ വേണ്ടി എല്ലാ ഞമ്മൻ്റെ ആൾക്കാരും റെഡിയാണെന്ന് എനിക്കറിയാം. ആക്കിക്കോളൂ, പക്ഷേ ഞാൻ സംഖ്യയല്ലല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.